ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എക്സ് ബാക്ക് പോസിബിൾ ആകുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കും അതിന്റെ കൂടെ തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. സോ ഇന്ന് ഇവർക്കുള്ള വീഡിയോ ആണ്. നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക്, പവർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ആ ടെക്നിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, എക്സ് ബാക്ക് ടെക്നിക്ക് എന്നുള്ളത് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഫ്രീ ആയിട്ട് ഞാൻ ആ ഒരു ടെക്നിക്ക് അയച്ചു തരാം. എന്താണ് ടെക്നിക്ക്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എത്ര ദിവസമാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടങ്ങുന്ന ആ ഒരു ടെക്നിക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരാം. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഇപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എക്സ് ബാക്ക് ടെക്നിക്ക് ഇത് തന്നെ അയക്കണേ. എക്സ് ബാക്ക് ടെക്നിക്ക് എന്നുള്ളത് മെസ്സേജ് അയച്ചു തരാം. ഇനി ഇതിന്റെ കൂടെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഈ ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്യണം. അതിന്റെ കൂടെ തന്നെ ഈ 3-4 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നോ കോണ്ടാക്ട് ഫോളോ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നോ കോണ്ടാക്ട് ഉണ്ടായിരിക്കും, അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 21 ഡേയ്സ് ആണ് നിങ്ങളുടെ നോ കോണ്ടാക്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു നോ കോണ്ടാക്ട് ബ്രേക്ക് ആവാതെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പല ആളുകളുടെ ഒരു ഫിയർ എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ലേ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടായി പോവോ, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം റിലേഷൻഷിപ്പ് പിന്നെ തിരിച്ചു കിട്ടാതെ ആകുമോ എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. പല കേസുകളിലും നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാറുള്ളത്. സോ നോ കോണ്ടാക്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ആവാതെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഓവറായിട്ട് ബെഗ് ചെയ്യുക, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് മെസ്സേജ് ചെയ്യുക, അവരെ കോൾ ചെയ്യുക, അവരെ ചേസ് ചെയ്യുക, അവരോട് ആർഗ്യൂ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അവരുടെ പുറകെ ചേസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, ആക്ടിവിറ്റി ചെയ്യുക, അതായത് അയച്ചു തരുന്ന ടെക്നിക്ക് ഫോളോ ചെയ്യുക. ആൻഡ് അതിനുശേഷം നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യമാണ് സെൽഫ് ഇംപ്രൂവ്മെന്റ്. ഇത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പല ആളുകളും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കുന്ന സമയത്ത്, അതായത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്ന് പറയുമ്പോഴേക്കും ഒരു ഡൗൺ സ്റ്റേജ് തന്നെയാണ്, അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ തീരെ സെൽഫ് കെയർ ചെയ്യുന്നില്ല, സെൽഫ് ഇംപ്രൂവ്മെന്റിലൊന്നും ഫോക്കസ്ഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഫിറ്റ്നസ്, നിങ്ങളുടെ കരിയർ, പാഷൻ, ഹോബീസ്, ഇങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിലൊന്നും തീരെ ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്തുക. നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കൃത്യമായിട്ട് നോക്കണം. അതിലേക്ക് കൂടി ടൈം കൊടുക്കണം, അതിലേക്ക് കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുകയും അതിന്റെ കൂടെ തന്നെ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു സാഡ് മൊമെന്റിലാണ്, ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്, അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ഈ സെൽഫ് ഇംപ്രൂവ്മെന്റിനെ തീരെ നമ്മൾ പരിഗണിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇത് നിങ്ങളെ അട്രാക്ഷനെ കില്ല് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾ അത്രയും അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നല്ലാതെ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എല്ലാം എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഡിലേ ആയിക്കൊണ്ടേയിരിക്കും. സോ സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡൗൺ ആണെങ്കിലും സാഡ് ആണെങ്കിലും ഒക്കെ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. പതിയെ പതിയെ നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങും. സോ ഫോക്കസ് ഓൺ സെൽഫ് ഇംപ്രൂവ്മെന്റ്. ഇനി നെക്സ്റ്റ് ഒരു കാര്യം, ഞാൻ പറഞ്ഞ ആദ്യത്തെ 2 പോയിന്റും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഈ ഒരു പോയിന്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അതായത് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആണ് എന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങൾ പറയാതെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ പാസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഒരു ഗ്ലോ നിങ്ങളുടെ ലൈഫിൽ കാണാൻ കഴിയും. നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇപ്പോൾ കുറച്ച് അകലം പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്ന് തോന്നണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഒരു ഗ്രോത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ കാണാൻ കഴിയണം. സോ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി ചില കേസുകളിൽ
ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഒരു റീസൺ കാരണമാണ് റിലേഷൻഷിപ്പിന് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക്, അത് മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നിങ്ങളുടെ ഭാഗത്തുള്ള ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കി അതിനൊരു ചേഞ്ച് വരുത്താൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ളത് ഒരുപക്ഷെ വാക്കുകളേക്കാൾ കൂടുതൽ നിങ്ങളുടെ ആക്ഷൻസിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക. സോ ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഗ്രോത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ആൻഡ് ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ലെറ്റ് ഗോ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ട് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളത്. ഇത് പല ആളുകളും ലെറ്റ് ഗോ ചെയ്യാതെ ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ചേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ചേസിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയാവുന്ന കേസിലും മാനിഫെസ്റ്റേഷൻ ഡിലേ ആവും. സോ നിങ്ങൾ പറഞ്ഞ ടെക്നിക്ക്, നിങ്ങൾക്ക് അയച്ചു തരുന്ന ടെക്നിക്ക് അതിൽ പറഞ്ഞ ദിവസം മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക, അതിനുശേഷം അത് സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ അട്രാക്ഷനെ കില്ല് ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്യരുത്. അതായത് ചേസ് ചെയ്യുക, ബെഗ് ചെയ്യുക, അല്ലെങ്കിൽ ഓവറായിട്ട് അവരുടെ പുറകെ പോവുക, ഇതെല്ലാം നിങ്ങൾ അട്രാക്ഷനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളിൽ ഹാപ്പി ആകുന്ന സമയത്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല നിങ്ങൾ കംപ്ലീറ്റ് ആണ് എന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക. ഇനി ലെറ്റ് ഗോ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അത് ഓവർ തിങ്ക്ഡ് ആവാതെ, അല്ലെങ്കിൽ അതിലേക്ക് ചേസിങ് ഇല്ലാതെ നിങ്ങൾക്കത് കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാണോ എഫേർട്ട് എടുത്തത് അതെനിക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു തോന്നൽ നിങ്ങളിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ. സോ ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം അത് ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു എക്സ്ബാക്ക് ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ട്, ആ വ്യക്തിയെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്ടം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത്. അപ്പോൾ ടെക്നിക്ക് വേണ്ട ആളുകൾ ഇപ്പൊ തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു തരാം. ആൻഡ് ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്